മഴ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ജലദോഷമായി. ജലദോഷം വന്നാൽ ഭയങ്കര അസ്വസ്ഥതയല്ല നമുക്ക്. അപ്പോൾ വീട്ടില് ചുമ്മാ ഇരിക്കുമായിരുന്നു, റെസ്റ്റ് എടുക്കുമായിരുന്നു. എന്നാലും ഒരു സുഖമില്ല, ഒരു ഉഷാറില്ല. അപ്പോൾ മരുന്നൊക്കെ മേടിച്ച് കുടിച്ചെങ്കിലും അതങ്ങോട്ട് മാറിയിട്ടുമില്ല. അപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് പുറത്തു പോയിട്ട് ചായ കുടിച്ചൊക്കെ വരാന്ന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അമ്മ ഉണ്ട്. അപ്പൊ നമ്മൾ പോണത് മുട്ടില് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത പാൻ റൊട്ടി ഷോപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മുട്ടിലിൽ അടുത്തിടെ പുതുതായി ഓപ്പൺ ചെയ്ത പാൻ റൊട്ടി ബേക്സ് ആൻഡ് റെസ്റ്റോ കഫേ. എന്താ പറയുക, ഇതുപോലെ ഇടയ്ക്കിടെ ചായ കുടിക്കാൻ ഇറങ്ങുന്നവർക്കറിയാം, അവർക്ക് ഓരോ ഷോപ്പും ഓരോ അനുഭവമായിരിക്കും. അങ്ങനെ വേറൊരു ഫീലാണ് കേട്ടോ ഇവിടെ കിട്ടുക. ഉള്ളിലെ ഈ സ്പേസും അറേഞ്ച്മെൻറ്റ്സും അടിപൊളിയാണ്, നീറ്റ് ആൻഡ് കാമാണ്. ഇതിൻ്റെ സൈഡിലായി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്പേസാണ് ഞങ്ങളുടെ ഇഷ്ടയിടമായി മാറിയത്. ഇവിടുത്തെ കോഫിയും ഞങ്ങൾ കഴിച്ച ബർഗറും ഷവർമയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. മറ്റ് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സും ഒത്തിരി ബേക്കറി ഐറ്റംസും ഇവിടെയുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെ അവിചാരിതമായി കണ്ടുമുട്ടുന്ന മീനങ്ങാടിയിലെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് കുറച്ചു നേരം സംസാരിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ സ്പോട്ട് വരുന്നത് വയനാട് ജില്ലയിലെ മുട്ടിലിലെ ഹാപ്പി 7 ഡേയ്സിന്റെയും ഗ്രിൽ ആൻഡ് കോ റെസ്റ്റോ കഫേയുടെയും ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ചേട്ടൻ നല്ല ഫീലുള്ള കവിതയൊക്കെയാണ് വെച്ചിരിക്കുന്നത് കാറിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.